ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പഠനസഹായിയുടെ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൊട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ബേസിലുള്ള കാര്യങ്ങളാണ് ക്ലാസ്സിൽ വരുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പം 10ാം ക്ലാസ് നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ +1 +2 കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നവരാണ് അക്കൗണ്ടിങ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ അക്കൗണ്ട്സ് എന്താണ്, അക്കൗണ്ടൻസി എന്താണെന്നൊക്കെ പഠിക്കുന്നത്. അപ്പം ആ കാര്യങ്ങൾ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചതല്ല, വേറൊരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ പഠിക്കുന്നത്. അപ്പം അത് അക്കൗണ്ടൻസി എന്ന് പറയുന്നൊരു പ്രോബ്ലം പേപ്പറാണ്. പക്ഷേ എന്നാൽ കൂടി നമുക്ക് തിയറി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ തിയറി പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. പ്രോബ്ലമായിട്ട് ചെയ്യുന്നത് തിയററ്റിക്കലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ആ തിയറി പഠിച്ചാൽ തന്നെ നമുക്ക് കുറേയൊക്കെ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ പറയുന്നത്. ഇന്ന് സ്റ്റാർട്ടിങ്ങിലാണ് പറയുന്നത്. അപ്പം അക്കൗണ്ടിങ് എന്താണ് നമുക്ക് പഠിക്കാം. അക്കൗണ്ടിങ് എന്താണ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ട്, ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് തുടങ്ങുന്നതിന് മുമ്പാണ് ബുക്ക് കീപ്പിംഗ്. അതായത് ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞിട്ടാണ് അക്കൗണ്ടിങ് വരുന്നത്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഡെയിലി ഉള്ളതും അതുപോലെ തന്നെ എപ്പോഴതും ഡെയിലി ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഡെയിലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് എൻഡ് ഓഫ് ദി ബുക്ക് കീപ്പിംഗ്. ഇത് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ PSC ബാങ്ക് എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അക്കൗണ്ടിങ് എന്താണെന്ന് പഠിക്കാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ആൻഡ് പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, റെക്കോർഡിങ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിങ്. ഒരു ബിസിനസ് ഫേമിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യും, അനലൈസ് ചെയ്യും, പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഒരു ബിസിനസ് ഫേമിലെ എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണി ആൻഡ് മണി ഇക്വലൻ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ അതിനെ പറയുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ റെക്കോർഡും ചെയ്ത് റിപ്പോർട്ടൊക്കെ റെഡി ആയതിന് ശേഷം നമ്മൾ ഈ റിപ്പോർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മുടെ യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ യൂസേഴ്സിന് നമുക്ക് ഇൻറ്റേർണലും എക്സ്റ്റേണൽ യൂസേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരോട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ വഴിയെ എടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിങ്ങിനൊരു ഫാദറുണ്ട്. അക്കൗണ്ടിങ്ങിനായിക്കോട്ടെ ബുക്ക് കീപ്പിങ്ങിനായിക്കോട്ടെ ഒരു ഫാദറുണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെയും ബുക്ക് കീപ്പിങ്ങിൻ്റെയും മോഡേൺ അക്കൗണ്ടിങ്ങിൻ്റെയൊക്കെ ഫാദർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലൂക്കാ പാസിയോളി. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. 1494 ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞ ബുക്കിലാണ് ഈ പറഞ്ഞ അക്കൗണ്ടിങ്ങിനെ പറ്റിയും ബുക്ക് കീപ്പിങ്ങിനെ പറ്റിയൊക്കെ ലൂക്കാ പാസിയോളി പറഞ്ഞിട്ടുണ്ട്. അത് മറക്കരുത്. അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ലൂക്കാ പാസിയോളിയാണ്. ഇനി നമുക്ക് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ബുക്ക് കീപ്പിംഗ് ഞാൻ പറഞ്ഞു, റെക്കോർഡ് ചെയ്യലാണ് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത്. പക്ഷേ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യലാണോ? റെക്കോർഡിങ് മാത്രമല്ല ചെയ്യുന്നത്. റെക്കോർഡിംഗ് ഉണ്ട്, ഐഡൻറ്റിഫൈ ഉണ്ട്, ക്ലാസിഫൈ ഉണ്ട്, സമ്മറൈസിങ് ഉണ്ട്, എല്ലാം ഉണ്ട്, പ്രിൻറ്റിങ് എല്ലാം ഉണ്ട്. അതായത് അതിൽ എൻട്രീസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും, പ്രിപ്പയർ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് അത് മാത്രമാണോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ബുക്ക് കീപ്പിങ്ങിൽ ചെയ്യുന്നുണ്ടോ?
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എൻട്രി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ബുക്ക് കീപ്പിങ്ങിൽ ചെയ്യുന്നത്. മാത്രമല്ല ടാക്സ് കാൽക്കുലേഷൻ എല്ലാം അക്കൗണ്ടിങ്ങിനാണ് നടക്കുന്നത്. ബുക്ക് കീപ്പിങ്ങിൽ ടാക്സ് കാൽക്കുലേഷൻ ഇല്ല. ഇനി വന്നിട്ട് അക്കൗണ്ടിങ്ങിലെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെ. അതായത് ഐഡൻറ്റിഫിക്കേഷനും റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും സമ്മറൈസിങ്ങും അനാലിസിസും റിപ്പോർട്ടിങ്ങും ഒക്കെ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് ഫേമിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഒരു ബിസിനസ് ഫേമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആയിട്ട് നമ്മൾ നടന്നിട്ടുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെയാണ് ആ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. ആ റെക്കോർഡ് ചെയ്യുന്നതിന് ജേർണലും ലെഡ്ജറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഈ റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. അതായത് ഓരോ ഹെഡുകളിലേക്ക് മാറ്റി. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഫർണിച്ചർ നമ്മൾ വാങ്ങും. അപ്പോൾ ഫർണിച്ചർ വാങ്ങുമ്പോൾ ആ സ്ഥാപനത്തിലേക്ക് ഒരു അസറ്റ് വരികയാണ് ചെയ്യുന്നത്. ഈ അസറ്റിൻ്റെ ഹെഡിനെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി നമ്മൾ ലോൺ എടുത്തു. അത് നമുക്ക് എന്താ ലയബിലിറ്റിയാണ്, തിരിച്ചടക്കണമല്ലോ ഈ പൈസ. അപ്പം അത് നമ്മൾ എന്തിന് കാണിക്കും? അത് ലയബിലിറ്റി കാണിക്കും. അപ്പോൾ അത് ഓരോ ഹെഡുകളും, അതുപോലെ ഇൻകം വരും. നമുക്ക് എവിടെ കുറച്ച് ഇൻകം കിട്ടാനുണ്ട്, കുറച്ച് എക്സ്പെൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും അത് ഓരോന്നും നമ്മൾ ഓരോ ഹെഡിലാണ് കാണിക്കുക. അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. ഓരോ ഹെഡിലുള്ള കാര്യങ്ങൾ ഓരോന്നായി ക്ലാസിഫൈ ചെയ്യുക. പിന്നെ അതിന് സമ്മറൈസ് ചെയ്യുക. സമ്മറൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റും ഒക്കെ. സമ്മറൈസ് ചെയ്ത് ഫിനാൻഷ്യൽ പൊസിഷൻ ഏതിലാണ് നിൽക്കുന്നത്, പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? അനാലിസിസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. അങ്ങനെ അനാലിസിസ് ചെയ്തിട്ടും ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടും ആ റിപ്പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമ്മുടെ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള യൂസേഴ്സിനൊക്കെ ആ റിപ്പോർട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് എന്നിട്ട് ഇപ്പോൾ ലോസിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കണം. അടുത്ത വർഷം ലോസിൽ പാടില്ല. അപ്പോൾ അടുത്ത വർഷം പ്രോഫിറ്റിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള ഡിസിഷൻസും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ നോക്കി ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 6 പ്രോസസ്സാണ് ഒരു അക്കൗണ്ടിങ്ങിന് ഉള്ളത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ പ്രോസസ്സും. അക്കൗണ്ടിങ് എന്താണോ അത് തന്നെയാണ് ആ പ്രോസസ്സിലും വരുന്നത്. പിന്നെ ഫാദർ ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഫാദറായ ലൂക്കാ പാസിയോളി പിന്നെ അദ്ദേഹം എഴുതിയ ബുക്ക്. പിന്നെ ബുക്ക് കീപ്പിംഗ് എന്താണെന്നുള്ളതും അത് തമ്മിലുള്ള അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള ഡിഫറൻസുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത വന്നിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷനാണ്. ഡെഫിനേഷൻ നമ്മൾ +1 കൊമേഴ്സ് പഠിച്ചവർക്കറിയാം. അക്കൗണ്ടൻസിയിൽ നമ്മൾ ആകെ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് ഓർമ്മ, അതായത് +1 കഴിഞ്ഞ് ഇത്രയോ വർഷം കഴിഞ്ഞവരാണെങ്കിലും ഓർമ്മ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടൻസി എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ് അക്കൗണ്ടൻസിൻ്റെ ഡെഫിനേഷൻ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുന്ന കാര്യമാണത്. അപ്പം അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് പറയുന്നതാണ് ഈ ഡെഫിനേഷൻ. ഈ ഡെഫിനേഷൻ നമുക്ക് +1 പഠിക്കുന്ന സമയത്ത് ചോദിച്ചിട്ടില്ല. ഡിഫൈൻ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ് ചോദിക്കാറില്ല. ഞാൻ പഠിച്ച സമയത്ത് ചോദിച്ചിട്ടില്ല. ഇപ്പം ചോദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പം അത് ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മളോട് ഒരു എസ്സേ ചോദിക്കാറുണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എസ്സേ ചോദിക്കാറുണ്ട്. അങ്ങനെ എസ്സേ ചോദിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഈ ഡെഫിനേഷൻ എഴുതി കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. PSC നടത്തുന്ന ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ മെയിൻസ് എക്സാമിനൊക്കെ ഡെഫിനേഷനൊക്കെ ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല ഈ ഡെഫിനേഷൻ ആരാണ് ഡിഫൈൻ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മറക്കാതെ പഠിക്കുക. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസി AICPA 1941 ഡിഫൈൻ ചെയ്തതാണ് അക്കൗണ്ടിങ് ആസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് in a significant manner and in terms of money transactions and events which are in part at least of financial character and interpreting the result thereof. അതായത് നമ്മൾ ഇപ്പം പറഞ്ഞ മീനിങ് തന്നെയാണ് സംഭവം. അതിനെ അവർ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണെന്ന് മാത്രം. ഈ പറഞ്ഞ റെക്കോർഡിങ്, ക്ലാസിഫൈ, സമ്മറൈസിങ്ങും ഇൻ്റർപ്രറ്റിങ്ങും ഒക്കെ തന്നെ.
അപ്പോൾ അത് തന്നെയാണ് ഈ ഡെഫിനേഷൻ ഒന്ന് കാണാപാഠം പഠിച്ചു വെക്കുക എല്ലാവരും. ഇനി വന്നിട്ട് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുക. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ, അല്ലാതെ ഉള്ള കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യില്ല. പിന്നെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ ഉണ്ട്. കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാൽക്കുലേഷൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നു. പിന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി പറയും. കമ്പനി ലോസിലാണോ പ്രോഫിറ്റിലാണോ എന്ന്. എന്നിട്ട് ആ കിട്ടിയ ഡാറ്റ, അതായത് പ്രോഫിറ്റോ ലോസോ എന്തിലാണോ കമ്പനി ഉള്ളത് അത് നമ്മുടെ യൂസേഴ്സിനോട് ഇൻഫോം ചെയ്യുക, അവരോട് പറയുക എങ്ങനെയാണ് കമ്പനി ലാഭത്തിലാണ്, ഇത്ര എമൗണ്ട് ലാഭത്തിലാണ്, ഇത്ര എമൗണ്ട് നഷ്ടത്തിലാണ് എന്നുള്ള കാര്യം അവരെ ഇൻഫോം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ യൂസേഴ്സ്. അക്കൗണ്ടിങ്ങിന് 2 യൂസേഴ്സാണുള്ളത്, ഒന്ന് എക്സ്റ്റേണലും പിന്നെ ഒന്ന് ഇൻറ്റേർണലും. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ ദ കമ്പനിക്കുള്ളിലുള്ള മാനേജേഴ്സ്, അതുപോലെ കമ്പനിയുടെ ഹെഡ്സ്. ഇപ്പോൾ ABC എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ മാനേജർ, MD, ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അങ്ങനെയുള്ള അവരുടെ മാനേജേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ കമ്പനിക്കുള്ളിലുള്ള ആൾക്കാരെയാണ് ഈ ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദി കമ്പനിക്ക് പുറത്തായിട്ടുള്ളത്. കമ്പനിക്ക് പുറത്തായിട്ടുള്ള നമ്മളിപ്പം ഒരു സാധനം വാങ്ങിയിട്ട് നമുക്ക് അവർക്ക് പൈസ കൊടുക്കാനുണ്ടാവും. അപ്പോൾ നമ്മളെ ക്രെഡിറ്റർ ഉണ്ടാവും, അവരുണ്ടാവും. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തവരുണ്ടാവും, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും. നമുക്ക് ലോൺ തന്ന ബാങ്ക് ഉണ്ടാവും, നമ്മൾ ടാക്സ് അടക്കേണ്ട ഗവൺമെൻറ് ഉണ്ടാവും. അവരെയാണ് ഈ പറയുന്ന എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അക്കൗണ്ടിങ്ങിന് 2 യൂസേഴ്സാണ്, ഇൻറ്റേർണലും എക്സ്റ്റേണലും. ഈ 2 യൂസേഴ്സാണ് ഉള്ളത്. ഇനി വന്നിട്ട് അക്കൗണ്ടിങ്ങിന് 3 ബ്രാഞ്ചസ് ആണുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉപയോഗിക്കുക. കമ്പനി പേര് പോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബിസിനസ് സ്ഥാപനത്തിലുള്ള അക്കൗണ്ടിങ് പീരീഡ്, അതായത് April 1 തൊട്ട് March 31 വരെ അവിടെ നടന്നിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കൊണ്ട് ആ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റാണോ ലോസാണോ ഏൺ ചെയ്തിട്ടുള്ളതെന്നുള്ള ആ ഫിനാൻഷ്യൽ പൊസിഷൻ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് അടുത്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും പേര് പോലെ തന്നെ ഒരു കമ്പനി ABC എന്ന് പറഞ്ഞ ഈ കമ്പനി, ആ കമ്പനിക്ക് ഒരു ABC എന്ന് പറഞ്ഞാൽ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ ആ മാനുഫാക്ചറിങ് കമ്പനിയിൽ കാറിന് വേണ്ടിയിട്ട് അതിൻ്റെ ബോഡി പാർട്സ് വാങ്ങുന്ന വേറൊരു ഡീലർ തന്നിരിക്കും. അപ്പോൾ അത് വാങ്ങുന്നതിന് കുറച്ച് പൈസ വേണ്ടി. പിന്നെ അതിൻ്റെ ടയർ വാങ്ങുന്ന വേറൊരു സ്ഥലത്ത് നിന്ന് അവിടുന്ന് കുറച്ച് പൈസ അതിനും വേണ്ടി വന്നു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ബോണറ്റ് കാര്യങ്ങൾ ഇത് ഡോറും ഗ്ലാസും സൺറൂഫും എല്ലാം വാങ്ങുന്നത് വേറൊരു സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ പല സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വാങ്ങി വരുമ്പോൾ പല കോസ്റ്റുകളാവും. അപ്പോൾ എല്ലാ കോസ്റ്റുകളും എല്ലാവരുടെ അടുത്തു നിന്ന് ഓരോ സാധനം വാങ്ങുമ്പോൾ ഓരോ സ്ഥലത്തുള്ള ഓരോ കോസ്റ്റ്, ഈ എല്ലാ കോസ്റ്റുകളും ഒരു അക്കൗണ്ടിങ് ഇയറിൽ എന്ത് ചെയ്യുക, എത്ര കോസ്റ്റ് വന്നെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെ പറയുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ കോസ്റ്റാണ് കൂടുതൽ, നമുക്ക് വന്ന ഇൻകം കുറവാണ്, അപ്പോൾ എന്ത് ചെയ്യണം, അതായത് എക്സ്പെൻസ് കൂടി ഇൻകം കുറഞ്ഞു, അപ്പോൾ കമ്പനി ലോസ് പോകില്ലേ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കണം. അത് ഇനി വരുന്ന ഇയറിൽ കോസ്റ്റ് കുറയ്ക്കണം, കോസ്റ്റ് കുറച്ച് ഇൻകം കൂട്ടിയാലേ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് വൺ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിന് വേണ്ടി അതായത് നമ്മൾ കമ്പനിയിലുള്ള ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ മാനേജേഴ്സ്,
അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യത്തിനുള്ള ഒരു അക്കൗണ്ടിങ് സ്ട്രാറ്റജിയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. 3 അക്കൗണ്ടിങ്: മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതാണ് നമ്മൾ കൂടുതലും എല്ലാ കമ്പനികളിലും യൂസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും നമ്മൾ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കുന്നില്ല. പിന്നെ ഡിഗ്രി ബേസിലേക്ക് വരുമ്പോൾ ഒരു ബുക്ക് തന്നെയാണ്, ഒരു സബ്ജക്റ്റ് തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പിന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് കൂടിയുണ്ട്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പറേറ്റീവ് സെക്ടേഴ്സിലുള്ള അക്കൗണ്ടിങ് സ്ട്രാറ്റജിക്കാണ് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. സഹകരണ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ വരുന്ന അക്കൗണ്ടിങ്സാണ് കോപ്പറേറ്റ് അക്കൗണ്ടിങ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്.